ലോക്ക്ഡൗൺ വന്നു. ഞാൻ ചോദിച്ചു ഓക്കെ ഫൈൻ, ലൈഫ് ഇവിടെ തീർന്നു. ബട്ട് ഓപ്പറേഷൻ ജാവ വന്നിട്ട് ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കി. ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. എന്റെ ഫ്രണ്ട്സിനൊന്നും അറിയില്ല. ഇത് ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും ഓരോന്നും ഇൻസ്പിറേഷനാണ്. ഒരു DOP-ക്ക് സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് വായിക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്യണം. കാരണം ഫസ്റ്റ് നോട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. എന്നെ കുറിച്ച് ഒരാൾക്ക് അന്വേഷിക്കണമെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, ആ ഒരു പടത്തിലൊരു ഷോട്ട് കാണുമ്പോൾ ഇത് വെറും സിനിമാറ്റോഗ്രഫി മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കലും തോന്നരുത്. അതിൽ ആർട്ടിസ്റ്റ് ഉണ്ട്, അതിൽ ഇമോഷൻ ഉണ്ട്, അപ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന ആൾക്കാരുകളുണ്ട്. ഇവരൊക്കെ ശ്രദ്ധിക്കണം. വെറുതെ ഒരു വിഷ്വല് കൊണ്ട് കൊടുക്കുകയല്ല വേണ്ടത്. സിനിമാറ്റോഗ്രഫി മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സങ്കടമാണ്. കാരണം അത് എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് എൻ്റെ മനസ്സിൽ ഓസ്കാറാണ്. ഇപ്പൊ ഫിലിം സ്കൂൾ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരിക്കലും അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഒരു സിനിമാക്കാരനെന്ന് വിചാരിക്കരുത്. ഈ 5 വർഷത്തിനുള്ളിൽ പുതിയ സിനിമാറ്റോഗ്രഫി ടെക്നോളജീസ് വരും. മേ ബി ഒരു DOP-യുടെ ആവശ്യം വരില്ല. കാരണം ഇപ്പൊ തന്നെ സൊറ AI ഉണ്ട്, ജന AI ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാത്തിലും ഈ AI നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എബിൻ ഫിലിപ്പ് പോഡ്കാസ്റ്റ് എപ്പിസോഡ്. നമ്മുടെ ഈ എപ്പിസോഡിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണലുമായിട്ട് ഒരു 1-to-1 ടോക്ക്, ഇതിൽ നടക്കുന്ന പല കാര്യത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഇതിലോട്ട് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത് ഓപ്പറേഷൻ ജാവ, ക്രിസ്റ്റഫർ, അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് 1000 ബേബീസിൻ്റെയൊക്കെ സിനിമാറ്റോഗ്രാഫർ ഫയസ് സിദ്ദിഖാണ്. ഫയസിക്ക, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഫയസിക്ക, ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ചോദിക്കാൻ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഈ ഫീൽഡിലോട്ട് എത്തി? അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം ഞാൻ +2 കഴിയുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ മാറിക്കിടക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അങ്കിള് പറഞ്ഞോടാ, പിന്നെ നിനക്ക് ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടമല്ലേ, അപ്പം ഒരു ഫിലിം സ്കൂളിൽ വല്ലതും പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഞാൻ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയാണ് വരുന്നത്. സിനിമാറ്റോഗ്രഫി എന്നുള്ള വേർഡ് കേൾക്കുന്നത് അന്ന് ആദ്യമായിട്ടാണ്. ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നതൊക്കെ ഞാൻ സിനിമയൊക്കെ കാണുന്നല്ലാതെ ഒരിക്കലും ഒരു സിനിമക്കാരന് ആഗ്രഹമൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ വൺസ് സിനിമയുടെ ലോകത്തെത്തിയപ്പോഴത്തേക്കും ലോക്കായി. പിന്നെ അങ്ങോട്ടേക്ക് എങ്ങനെ വീട്ടുകാരനെ പറഞ്ഞു, അല്ല നിൻ്റെ ഈ സിനിമയൊന്നും ആവുന്നില്ലെങ്കിൽ നമുക്കെന്നാ ദുബായിലോ അല്ലെങ്കിൽ ഉപ്പയുടെ ബിസിനസ് ഉണ്ട് അത് നോക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറേ ആൾ തിരിച്ചു വലിക്കാൻ നോക്കി. പക്ഷേ സിനിമ ഇറ്റ്സ് എ മാഗ്നറ്റ്, പോയിക്കൊണ്ടേയിരുന്നു. കീപ് ഗോയിങ്, അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കും, മോനെ ഒന്നും ആയിട്ടില്ലേ. കാരണം ഇറ്റ് ടുക്ക് ടൈം. അതായത് 10 വർഷം എടുത്തു ഞാൻ ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടിയിട്ട്. ഇപ്പം 4 വർഷമായി. അപ്പോൾ ഈ ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള 10 വർഷം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഇപ്പോഴുള്ള ആൾക്കാർക്ക് ആ സ്ട്രഗിൾ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ബിക്കോസ് നമുക്ക് പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സ്വിഗ്ഗിയിൽ ഓടാം ഒന്നുമില്ലെങ്കിലും, കാരണം എല്ലാവരും ബൈക്ക് ഉണ്ട്, ദേർ ഓൺ ബൈക്ക്. അപ്പോൾ സ്വിഗ്ഗി ഉണ്ട്, ഈ പറയുന്ന പോലെ ഇപ്പോൾ റാപ്പിഡോ പുതിയ ഓപ്ഷൻ വന്നു. ഇതുപോലെ പല രീതിയിലും ഇപ്പം നമുക്ക് നൈറ്റായിട്ട് ഇപ്പം നൈറ്റ് ഒരുപാട് ഷോപ്പുണ്ട്. കാരണം ഞാൻ ഇവിടെ എറണാകുളത്ത് വരുന്ന സമയത്ത് നൈറ്റ് 1, 2 അല്ലെങ്കിൽ 3, 4 മാക്സിമം റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആയിരിക്കും. അത്രേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആൾക്കാർ ഒരു 10 മണിക്ക് ശേഷമാണ് ഫുഡ് കഴിക്കാൻ തന്നെ ഇറങ്ങുന്നത്. സോ നമ്മുടെ ആൾക്കാരുടെ കൾച്ചർ മാറി. കൾച്ചർ മാറുന്നതിനോട് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾക്ക് ഈ പറയുന്ന പോലെ പട്ടിണി കിടക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കേരളത്തിൽ ഒരാളും പട്ടിണി കിടക്കുന്നുണ്ടെന്ന്. അറ്റ്ലീസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ പോലും ഫുഡ് കഴിക്കാനുള്ള എമൗണ്ട് കിട്ടും. സോ അതുകൊണ്ട് ഇപ്പം ഞാൻ ആ പണ്ടത്തെ പട്ടിണിയെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പൈപ്പുവെള്ളം, ചെന്നൈയിലെ പൈപ്പുവെള്ളം കുടിച്ചിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവർ പോലും ഇപ്പൊ പട്ടിണി എന്തെന്ന് മറന്നിട്ടുണ്ടാവും. കാരണം വെച്ചാൽ പട്ടിണി ഓർക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല ഇപ്പൊ ഇവിടെ. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് ഇത്. അപ്പം ഫിലിം സ്കൂളിലേക്ക് വന്നു. പിന്നെ ആ ഫിലിം സ്കൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ഞാനിപ്പം ആരടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം നിങ്ങൾ ഫിലിം സ്കൂളിലേക്ക് എല്ലാവരും പോകണം. അതായത് പക്ഷെ ഡിഗ്രി എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡിഗ്രി ഉണ്ടാവും എപ്പോഴും. ഇപ്പം ഫിലിം സ്കൂൾ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരിക്കലും അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഒരു സിനിമാക്കാരനെന്ന് വിചാരിക്കരുത്. ജസ്റ്റ് നമ്മൾക്കൊരു ഐഡന്റിറ്റി, ഈ ഐഡന്റിറ്റിയാണ് ഒരു ഫിലിം സ്കൂൾ. നിങ്ങൾ എവിടുന്ന് വന്നു, ഓക്കെ, അതായത് നമുക്ക് തറവാട്ട് പേരുണ്ടാവില്ലേ, നമുക്കൊരു തറവാട്ട് പേരുണ്ടാവും. ആ തറവാട്ട് പേരാണ് ശരിക്കും പറഞ്ഞാൽ ഫിലിം സ്കൂൾ. എവിടുന്ന് വന്നു എന്ന് ഫിലിം സ്കൂൾ, എന്നിവിടുന്ന് വന്നു. അപ്പം അതിനൊരു ഹൈറാർക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഫിലിം സ്കൂൾ വരുമ്പോൾ ഓക്കെ. പക്ഷെ ഒരു ചെറിയ ഫിലിം സ്കൂൾ എന്ന് പറയുമ്പോൾ പോലും പേര് വരുമ്പോൾ ഫിലിം സ്കൂളുകളാണ്. അപ്പോൾ വളരെ ചെറുതാണെങ്കിൽ പോലും ആൾക്കാർ ഫിലിം സ്കൂളാണെന്നുള്ള ഒരു സാധനമേ വരുള്ളൂ. എവിടെ പഠിച്ചു എന്നുള്ളത് സെക്കൻഡറി ആണ്. പിന്നെ നമ്മുടെ വർക്കാണ്. ഇപ്പം ഞാനിപ്പോൾ ചുമ്മാ പറയാണ്, ഞാൻ ഇപ്പം അമേരിക്കയിൽ നിന്ന് പഠിച്ചു വന്നതെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ 2-3 പടങ്ങൾ ഞാൻ അങ്ങ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരിക്കലും ഭയങ്കര
പൊങ്ങച്ചം പറയല്ല, പക്ഷെ അതാണ്. അപ്പം ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പം ഏത് വലിയ പേരും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഏത് ചെറിയ പേര് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഔട്ട് എന്താണോ അതാണ് ഫൈനൽ. അപ്പം അത് എവിടെ പഠിച്ചിട്ട് വന്നു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ പഠിച്ചത് നമ്മുടെ ലൈഫിന് ഗുണം ചെയ്യും, നമ്മുടെ വർക്കിന് ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പം രാജമൗലി സാർ ഇപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ പോയി എന്ന് പറഞ്ഞു. ഐ എം വെരി മച്ച് പ്രൗഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഇൻസ്പിറേഷൻ ആണ്. കാരണം എനിക്ക് ആക്ച്വലി പ്ലാൻഡ് ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഫിലിം സ്കൂളിൽ പോവുക, വീണ്ടും പഠിക്കുക, എന്നിട്ട് തിരിച്ചു വരിക. അപ്പം അത് കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇത് പഠിത്തം നിർത്തുന്നില്ല. കാരണം ഇന്നിപ്പം പുതിയ നമ്മൾക്ക് ആരി 265 ക്യാമറ ഇറങ്ങി, ഇന്നലെ ഇപ്പം റീസെന്റ് ഇറങ്ങിയതാണ്, വിത്തിൻ 2 വീക്സ്. അപ്പോ ഞാനത് പഠിക്കണ്ടേ? ഓഫ്കോഴ്സ് ഞാൻ അത് പഠിച്ചിരിക്കണം. ഇപ്പം AI വരുന്നുണ്ട്, ഇപ്പം റിയൽ എൻജിൻസ് വരുന്നുണ്ട്, അൺറിയൽ എൻജിൻസ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാനിപ്പോ ശരിക്കും പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സോട് ഓൾറെഡി പറയാണ്, ഓക്കെ 5 വർഷം, ഈ 5 വർഷത്തിനുള്ളിൽ പുതിയ സിനിമാറ്റോഗ്രഫി ടെക്നോളജീസ് വരും. മേ ബി ഒരു DOP ആവശ്യം വരില്ല. കാരണം ഇപ്പൊ തന്നെ സൊറ AI ഉണ്ട്, ജന AI ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാത്തിലും ഈ AI നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഓക്കെ മേ ബി നമുക്ക് വിരലൊക്കെ ഇങ്ങനെ ചിലപ്പം ഒടിഞ്ഞൊക്കെ ഇരിക്കും, അത് ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ നെക്സ്റ്റ് അപ്ഡേറ്റിൽ അത് മാറും. അപ്പൊ നോക്കുമ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ്, എനിക്കൊന്ന് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻസിയിൽ മാത്രമാണ് ഇപ്പൊ ഒരു ചെറിയ ഇഷ്യൂസ് വരുന്നത്. ബാക്കി പക്ഷെ അത് അവർ ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ. നമ്മൾ ഇപ്പോ VR എന്ന് പറയുന്ന ടെക്നോളജി നമ്മൾ കുറച്ചു കാലം മുമ്പ് സാംസങ്ങിന്റെ എനിക്ക് തോന്നുന്ന S5 അല്ല S6 S7 ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ VR ബാക്കിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് എന്തായി? ഇന്ന് വിഷൻ പ്രോയിൽ ഈവൻ നമ്മൾ സംസാരിക്കും ഓട്ടോമാറ്റിക്കലി ഇത് മൊത്തം ക്ലിയർ സ്ക്രീൻ ആയിട്ട് വിത്തായി സംസാരിക്കാം. സോ അത് ഊരേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മൾ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എനിക്ക് ഞാൻ പറ്റില്ല, അത് പേടിയല്ല. അപ്പം നാളെ എങ്ങനെ ആ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള എൻ്റെ ആ ഒരു ലേബൽ എങ്ങനെ എനിക്ക് അടുത്ത ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകുന്നുള്ള രീതിയിൽ ഞാൻ അത് പഠിക്കണം. ആരായാലും പഠിക്കണം. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. അതായത് അയ്യോ സിനിമാറ്റോഗ്രാഫേഴ്സിന്റെ പണിയൊക്കെ പോവാണ്, അപ്പൊ എന്ത് ചെയ്യും? നോ, വി ഷുഡ് ലേൺ. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ AI വന്നു കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ്ലി വൈപ്പ് ഓഫ് ചെയ്യുമെന്ന്. പക്ഷെ റീസെന്റ് വന്ന ഓരോ AI ടൂൾസ് വരുന്നതോറും നമ്മൾ ഈ ചെയ്യുന്ന ഓരോ ടൂൾസും ഭയങ്കരമായിട്ട് സിംപ്ലിഫൈ ആയി. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് റോട്ടോ അടിച്ച് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒറ്റ ക്ലിക്കിൽ ഇപ്പോൾ ഡെപ്ത് മാപ്പ് ഇട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സെയിം ഇപ്പോൾ സിനിമാറ്റോഗ്രഫിയിലാണെങ്കിലും ഒക്കെ പറഞ്ഞ പോലെ ഏതൊക്കെ ടൂൾസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്? ഇപ്പൊ ഞാനിപ്പം ഡിസ്കോഡ് മിഡ് ജേണിയിലാണ് മൊത്തം ഞാൻ എൻ്റെ കാരണം എനിക്ക് ആക്ച്വലി വരയ്ക്കാൻ കഴിവില്ല. അത് എനിക്ക് ദൈവം തന്നില്ല എന്ന് വിചാരിച്ചിട്ട് വരക്കാതിരിക്കുന്നതല്ല. അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പം ഒരു ടൂള് കിട്ടിയതാണ് ഇപ്പം മിഡ് ജേണി. അതായത് എന്തെന്റെ മനസ്സിലുണ്ടോ ജസ്റ്റ് യൂസ് എ കമാൻഡ് അല്ലെങ്കിൽ ഒരു കീവേഡ് വെച്ചിട്ട് എനിക്കത് എൻ്റെ ഉള്ളിലുള്ള എന്തും പുറത്തു കൊണ്ടുവരാൻ പറ്റും, എന്തും കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പൊ ഡിസ്കോഡ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പൊ വാരണാസിയിൽ ഇപ്പം ഇന്ദ്രൻസേട്ടൻ മധുബാലൻ ഉള്ള മൂവിയാണ്. അപ്പം ഇവർ രണ്ടുപേരും ഒരു ഗംഗയുടെ റിവർ ബാങ്കിൽ ഇരിക്കുന്നത് എനിക്കത് വിഷ്വലി വേണം. അപ്പൊ അവരിടുന്ന കോസ്റ്റ്യൂമിന്റെ കളേഴ്സ്, സാരിയുടെ കളറ്, അവരിടുന്ന സാറിന്റെ ധോത്തിയുടെ കളറ്, അതിനെ തൊട്ട് ആരൊക്കെ ഉണ്ട്. സോ ഇപ്പോഴത്തെ ബെഞ്ചിന്റെ അടുത്ത് ഇരിക്കുന്നത് അവർ ചായ ഉണ്ട് കയ്യിൽ, അവരുടെ ഒരു വെഹിക്കിൾ ചിലപ്പോൾ അതിന്റെ സൈഡിലുണ്ടാവും, കുറച്ച് ആൾക്കാർ ഗംഗയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഞാൻ എന്താണ് വിഷ്വല് ഉദ്ദേശിക്കുന്നത് അത് കിട്ടും. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ അത് തരുന്ന എന്തും നമ്മൾ അപ്പടിയെ സ്വാലോ ചെയ്യുന്നതല്ല അർത്ഥം. അത് നമ്മൾ പറയുന്ന ഒരു കളർ, ആ കളർ പാലറ്റ് നമ്മൾ ഉണ്ടാക്കുക, അതിന് ആൾക്കാർ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂം നമ്മൾ ഉണ്ടാക്കുക, അതിന് ആർട്ട് പ്രോപ്പർട്ടി നമ്മൾ പ്ലാൻ ചെയ്യുക. നമുക്ക് ആ ഒരു ഇമാജിനേഷന്റെ ഒരു വേഗ് ഐഡിയ കിട്ടും. അത് നമുക്ക് ഡെഫിനറ്റ്ലി റൈറ്ററോ അല്ലെങ്കിൽ ഡയറക്ടറോ പറയുന്ന കാര്യത്തിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് അവർക്ക് എന്താണോ നീഡ്ഫുൾ അത് വിഷ്വലി കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു സ്റ്റോറി ബോർഡ്, അതായത് നമ്മൾ സ്റ്റോറി ബോർഡ് ചെയ്യുന്നത് പോലെ തന്നെ അതിനെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരുന്നതാണ് AI ടൂൾ. അല്ലാതെ നമ്മൾ ഒരിക്കലും അതിനെ നമ്മുടെ ഫുൾ ക്രിയേറ്റിവിറ്റി നശിപ്പിക്കാന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് അതിനൊരു ഹെൽപ്പിംഗ് ടൂളായിട്ട് മാത്രം AI കാണുക, അല്ലാതെ AI ഒരു ബുക്കായിട്ട് കൊണ്ടു നടക്കാതിരിക്കുക. ഇറ്റ്സ് ജസ്റ്റ് എ ടൂൾ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾ. ഇപ്പൊ നമ്മുടെ റൺവേയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതുപോലെ നമ്മളിപ്പോ ഓരോ ടൂൾസ് യൂസ് ചെയ്ത് ഫ്രെയിംസ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തു. ഇപ്പൊ ഒക്കെ പറഞ്ഞ പോലെ എന്നിട്ട് ഇതിന്റെ ഒരു കോൺസിക്യൂട്ടീവ് ഫ്രെയിം വേറൊന്നും ചെയ്ത് കഴിഞ്ഞിട്ട് കീ ഫ്രെയിം ചെയ്താൽ മതി. ആ ടൈം ലൈനിൽ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് അത് റീജനറേറ്റ് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്ത്. റൺവേയിലുണ്ട്, ഇപ്പം എനിക്കൊന്ന് ജെനയിലുണ്ട്, സൊറയിലുണ്ട്. സൊറയിൽ കുറച്ചുകൂടി അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ChatGPT സെയിം ടീമിന്റെ ആണ്. സോ
അത്ര അഡ്വാൻസ്ഡ് ആണ്. സോ നമ്മളത് പഠിക്കുക. വേറെ ഓപ്ഷൻ ഒന്നും വേണ്ട. നമ്മൾ 24 മണിക്കൂർ മൊബൈലിലാണ്. ഗൂഗിൾ ക്രോം ഉണ്ട്, നമുക്ക് ഈ പറഞ്ഞ എല്ലാ ടൂളും ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇപ്പോ ഞാൻ പറഞ്ഞില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നിടത്ത് പോവാതിരിക്കരുത്, പോകണം. ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ. കാരണം എന്നാൽ മാത്രമേ നമ്മൾക്ക് എല്ലാം കൂടി പഠിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾക്കിപ്പോൾ ഒരാൾക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ ആരി ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ഇപ്പോൾ 1 മന്ത് കോഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ 1 ഇയർ കോഴ്സ് ആണെങ്കിൽ നമ്മളവിടെ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് അതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. നമ്മളത് ത്രൂ ഔട്ട് അതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ട്രാവലിംഗ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ റെന്റ് എടുക്കാവുന്ന ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാർ സിനിമാക്കാരായിരിക്കും. അവരും ഇതുപോലെ സിനിമയിലേക്ക് വരാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. സോ നമ്മുടെ തോട്ട് 24 മണിക്കൂർ സിനിമയാവും. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇന്നായത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഫിലിം സ്കൂളിൽ പഠിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് ഡു യു തിങ്ക്, ലൈക്ക് ആ ഫിലിം സ്കൂളിൽ പഠിച്ചത് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതിപ്പോൾ റാദർ പലരും പറയുന്നത് യൂട്യൂബിൽ നോക്കി പഠിക്കാം, റെൻ്റ് എടുത്ത് നമുക്ക് പഠിക്കാം എന്നുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഒരു ഫിലിം സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ, മെയിൻലി സിനിമാറ്റോഗ്രഫി ആ ഡിപ്പാർട്ട്മെൻറ്റ് ഫിലിം സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് തോന്നിയിട്ടുള്ളത്? ആക്ച്വലി ഫിലിം സ്കൂളിൻ്റെ ഗുണം തന്നെയാണ്, ഒരിക്കലും ദോഷമില്ല ഫിലിം സ്കൂളിൽ. കാരണം വെച്ചാൽ അത് ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അവിടെ ആദ്യം തന്നെ നിങ്ങൾ ഒരിക്കലും സിനിമാറ്റോഗ്രാഫർ ആവും എന്ന രീതിയിൽ പോകരുത്, അല്ലെങ്കിൽ എഡിറ്റർ ആവും എന്നുള്ള രീതിയിൽ പോകരുത്, അല്ലെങ്കിൽ ഡയറക്ടർ ആവും എന്നുള്ള രീതിയിൽ പോകരുത്. കാരണം അതല്ല ഫിലിം സ്കൂൾ. നിങ്ങൾ ഫിലിം സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? സോഷ്യൽ സയൻസ് പഠിക്കാനുണ്ട്, ബയോളജി പഠിക്കാനുണ്ട്, ഇവർ ഫിസിക്സ്, കെമിസ്ട്രി. എന്നാൽ പിന്നെ നമ്മൾക്ക് ആദ്യമേ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് മാത്സ് ടീച്ചറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിപ്പിക്കും? ഫിസിക്സ് പഠിപ്പിക്കും. അല്ലാതെ മാത്സ് മാത്രം പഠിപ്പിക്കില്ല, ഒരിക്കലും പഠിപ്പിക്കില്ല. സോ അതുപോലെ തന്നെ ഫിലിം സ്കൂൾ എന്ന് പറയുന്നത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഡബ്ബിങ് പഠിക്കണം, നമുക്ക് ആക്ടിങ് പഠിക്കണം, നമുക്ക് എഡിറ്റിംഗ് പഠിക്കണം, ഡയറക്ഷൻ പഠിക്കണം, സിനിമാറ്റോഗ്രഫി പഠിക്കണം, അങ്ങനെ എല്ലാം. അപ്പം സിനിമാറ്റോഗ്രാഫറായി വന്ന് ഞാൻ പോലും ആക്ട് ചെയ്യേണ്ടി വരികയാണ്. അപ്പം അതെന്താ ഞാൻ ആക്ട് ചെയ്യുന്നത്? അപ്പം മെല്ലെ മെല്ലെ ഞാൻ ആക്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങും. ഞാൻ നോക്കുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കുന്നുണ്ട്, അപ്പം എനിക്ക് സ്ക്രിപ്റ്റുകളുടെ കഴിവുണ്ടെന്ന് മനസ്സിലായി. ഒരു പോയിന്റിൽ നമ്മൾക്ക് ഡയറക്ഷൻ പറ്റുന്നത് മനസ്സിലായി. സോ ഇത് 3 മാസം ഇത് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കും, ഓക്കെ ഞാൻ ഏറ്റവും ബെറ്റർ ഇതിലാണ്. അപ്പോൾ സിനിമാറ്റോഗ്രഫി പഠിക്കാൻ വരുന്നവർ വരെ ആക്ടറായിട്ടായിരിക്കും ചിലപ്പോൾ പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ആക്ടറായിട്ട് വരുന്നവർ വരെ ഡയറക്ടറായിട്ടായിരിക്കും പുറത്തിറങ്ങുക, അല്ലെങ്കിൽ എഡിറ്ററായിട്ട് വരുന്നവർ വരെ ചിലപ്പം ഈ പറഞ്ഞ പോലെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിട്ടായിരിക്കും പുറത്തു വരുന്നത്. സോ നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത് അതിനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സെയിം ടൂൾ ആണ് ശരിക്കും ഫിലിം സ്കൂൾ. സോ യു ഷുഡ് ഗോ. നമ്മളത് പഠിക്കണം. ഇപ്പൊ ഞാനിപ്പോ സിനിമാറ്റോഗ്രഫി പഠിക്കാൻ വേണ്ടി ഫിലിം സ്കൂളിൽ പോകണം, ഞാൻ യൂട്യൂബ് പഠിക്കാൻ ഞാൻ സിനിമാറ്റോഗ്രാഫർ ആവും, ഉറപ്പാണ്. അത് നോ ഡൗട്ട്. കാരണം നമ്മൾ ഓരോ വർഷവും പഠിക്കുന്നത് യൂട്യൂബിലുള്ളത് നല്ല സാധനങ്ങളാണ്. ഇപ്പം ഷെയ്ൻ ഹാൾബർട്ടിന്റെ നല്ല സെഷൻസ് ഉള്ള ക്ലാസ്സുകളുണ്ട്, മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. സോ അതുകൊണ്ട് അത് പറ്റും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഇപ്പൊ കായികത്തിന് ആരാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പുറത്തുകൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഫിലിം സ്കൂളാണ്. ഇപ്പൊ സെയിം എൻ്റെ കേസും പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഫിലിം സ്കൂൾ പ്രൊഡക്റ്റാണ്. ഞാൻ സിനിമാറ്റോഗ്രഫിയാണ് പഠിച്ചത്. ഓക്കെ. അപ്പോൾ ഞാൻ ആക്ച്വലി ഫൈക്ക പറഞ്ഞ പോലെ ഫോട്ടോഗ്രഫിന്ന് സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ അറിയാതെ കയറി സെയിം എൻ്റെ അവസ്ഥ ഏതായിരുന്നു. ഞാൻ യൂട്യൂബിൽ ട്രാവൽ വ്ളോഗ്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ ട്രാവൽ വീഡിയോസ് എങ്ങനെ നന്നാക്കാമെന്ന് നോക്കിയിട്ടാണ് ഫിലിം സ്കൂളുണ്ട്, അവിടെ പോയി ഇനി സിനിമാറ്റോഗ്രഫി പഠിക്കണം എന്ന് പറഞ്ഞു വരുന്നത്. സിനിമ ആയിരുന്നില്ല, അല്ല സിനിമയെ ആയിരുന്നില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റേ ഇല്ലായിരുന്നു സിനിമ എന്നുള്ളത്. പിന്നീട് അവിടെ ചെന്ന് സിനിമാറ്റോഗ്രഫി പഠിച്ചപ്പോഴാണ് ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്നത് തമ്മിൽ സിനിമാറ്റോഗ്രഫി ആയിട്ട് കണക്ഷൻ ഉണ്ട്, ഇങ്ങനെ നമ്മൾ ക്യൂ ഇട്ടിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. അങ്ങനെയാണ് എഡിറ്റിംഗ് സ്കിൽസ് കുറച്ചുകൂടെ റിഫൈൻ ആയി. പിന്നീട് മനസ്സിലായി ഇത് രണ്ടുമല്ല, ഇനി കളറിംഗ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുക്കുന്നതിനെ വിഷ്വലി പിന്നെയും ബ്യൂട്ടിഫൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ മെയിൻലി പിന്നെ എനിക്ക് മനസ്സിലായി ട്രാവലിനേക്കാൾ കൂടുതൽ ആ ട്രാവൽ ചെയ്യുന്ന ഫുട്ടേജ് വൃത്തിക്ക് എഡിറ്റ് ചെയ്ത് കളർ ചെയ്ത് കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് തുടങ്ങി. അങ്ങനെയാണ് സിനിമാറ്റോഗ്രഫിയിൽ നിന്ന് മാറി പോസ്റ്റ് പ്രൊഡക്ഷൻ സെക്ഷനിലോട്ട് കയറുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ഇതേ സംഭവം തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബിൽ നിന്ന് പഠിക്കുകയാണെങ്കിലും ഒരു ഫിലിം സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു എല്ലാ ഫീൽഡിനെ പറ്റി ഒരു എക്സ്പോഷർ കിട്ടും. നമ്മൾ ഏതിലാണ് ബെസ്റ്റ്, നമുക്ക് ഏതാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐഡിയ കിട്ടി അതിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പൊ ഈ എഡിറ്റിംഗ് ടേബിൾ വരുമ്പം എഡിറ്റർ ആക്ച്വലി ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. ഡെഫിനറ്റ്ലി എഡിറ്റർ ഒരു ഡയറക്ടർ തന്നെയാണ്. അതുകൊണ്ടാണ് എഡിറ്ററിന്റെ കയ്യിലും ഒരു സിനിമ ഇരിക്കുന്നത്. നമ്മൾ ഇത്രയും സാധനം ഷൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരിക്കലും ഒരു
ഒരൊറ്റ ടൈം ലൈൻ അല്ല പോകുന്നത്, ഡിഫറെന്റ് ഷോർട്സ് ആണ്. ഇതിനെല്ലാം കൂടി ഒന്നിലേക്ക് ഒതുക്കി അതിനെ മാച്ച് ചെയ്ത് ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് കട്ട് വേണ്ടാന്ന് തീരുമാനിക്കുക, അത് എഡിറ്ററിന്റെ എഡിറ്റിംഗ് ടേബിളിൽ സംഭവിക്കുന്നതാണ്. സോ മേ ബി എഡിറ്റർ നല്ലൊരു വേർഷനിൽ കട്ട് ചെയ്ത് കാണിച്ചു നോക്കുമ്പോൾ ഡയറക്ടർ ഓക്കെ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊരു തോട്ട് കൊടുക്കാം. സോ നമുക്ക് ഏത് വേർഷനിൽ വേണം കട്ട് ചെയ്യാം. സോ എഡിറ്റർ ഒരു ഡയറക്ടറാണ്. ഓക്കെ, ഈ പറഞ്ഞ ഡയറക്ടർ എന്ന് പറയുന്നത് ഹി ഷുഡ് നോ എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി അദ്ദേഹം അറിഞ്ഞിരിക്കണം, ലെൻസിംഗ് എന്ന് അറിഞ്ഞിരിക്കണം, ഡബിങ്ങിന്റെ ഇത്, അതായത് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കുഴപ്പമില്ല നമുക്ക് ഡബിങ് പിടിക്കാന്ന് ഒരു ഐഡിയ വരണമെങ്കിലും അവിടെ ഡബിങ്ങിന്റെ ഒരു എന്തൊക്കെയാണ് ഡബിങ് നമുക്ക് കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്യാന്നുള്ള അറിഞ്ഞിരിക്കണം. സോ എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാം അറിഞ്ഞിരിക്കണം. സോ ഫിലിം സ്കൂൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. സോ ഈ പറയുന്ന ഡയറക്ടർ, ഈ പറയുന്ന ഞാനായാൽ പോലും ഞാനിപ്പോൾ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ ഡയറക്ടേഴ്സിനോട് പോയി പറയാം, സാർ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു പോയിന്റിൽ അഭിനയത്തിന് ചെറിയൊരു പ്രശ്നം, കാരണം അത് പറയുമ്പോൾ എടാ ഒന്നുകൂടി പ്ലേ ചെയ്ത് ഓക്കെ വൺ മോർ അപ്പൊ അത് സംഭവിക്കാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെല്ലാം കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അത് വാച്ച് ചെയ്യണം. അത് വാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചിരിക്കണം. അതൊരിക്കലും നമ്മൾ എവിടെയും പോയിട്ട് ഷോ ചെയ്യാനല്ല, നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കറക്റ്റായിട്ട് നല്ല ഫ്ലോയിൽ പോകാനാണ്. സോ വി ക്യാൻ ഹെൽപ്പ് ഈച്ച് അതർ. മനസ്സിലായില്ലേ? ബേസിക്കലി ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് ആണ്. ഇൻസ്പിറേഷൻ എന്താണ്? ഫിലിം സ്കൂളിൽ വന്നിട്ടാണ് സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് വാസ് യുവർ ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ആ ഒരു ബൾബ് ഓൺ മൂമെന്റ്, ലൈക്ക് ഇനി എനിക്ക് സിനിമയാണ്, ഇത് കണ്ടു എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഇതുപോലൊരു സംഭവത്തിലൂടെ എനിക്ക് എന്നെ എത്തിക്കണം എന്ന് തോന്നിയ ആ മൂമെന്റ് എന്തായിരുന്നു? ആക്ച്വലി ബ്ലാങ്ക് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരുപാട് സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ കടന്നു വന്നപ്പോൾ ഇത് നിർത്താൻ ഒരുപാട് സ്ഥലത്ത് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഈ പറയുന്ന പോലെ എങ്ങും എത്തുന്നില്ല എന്നൊരു തോന്നല്. കാരണം 4 to 5 years ഒക്കെ ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഫ്ലാറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ലേൺ ചെയ്യണം. പക്ഷെ എത്ര നമ്മൾ ലേൺ ചെയ്യും? നമ്മൾ വയറ് വിശക്കുമ്പോൾ നമ്മൾ ലേൺ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നമുക്ക് അത് വായിക്കാൻ പോലും പറ്റില്ല നമുക്ക് വയറ് വിശക്കുന്ന സമയത്ത്. സോ പിന്നെ ആ 4 to 5 years കഴിഞ്ഞ് മനസ്സിലാക്കി ഒരു അസിസ്റ്റന്റ് ആവുന്നത്. അത് നമ്മൾ ആദ്യം നമ്മളെല്ലാവരും കൂടി ഫ്രണ്ട്സ് ആയിട്ട് ഒരു പടം ചെയ്യാമെന്ന് വിചാരിച്ചത്, അത് ഡ്രോപ്പായി. പിന്നെ ഓക്കെ അസിസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതവിടെ നിൽക്കില്ല, ചിലപ്പം ഇനി എന്താണെന്ന് അറിയില്ല, വീണ്ടും സ്റ്റോപ്പായി. പെട്ടെന്ന് നല്ലൊരു പടം വന്നതാണ് ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്. അതിനുശേഷം ഞാൻ ഓപ്പറേഷൻ ജാവ് ചെയ്യുന്നു, അതിനുശേഷം ഞാൻ വോൾഫ് ചെയ്യുന്നു, അടി ചെയ്യുന്നു. ഈ 4 പടം ചെയ്തിട്ടും ഒരു പടം പോലും റിലീസായില്ല. അപ്പോൾ ലോക്ക്ഡൗൺ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ ഫൈൻ, ലൈഫ് ഇവിടെ തീർന്നു. ബട്ട് ഓപ്പറേഷൻ ജാവ വന്നിട്ട് ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കി. ഇത് ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തും ഓരോന്നും ഇൻസ്പിറേഷനാണ്. ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. എൻ്റെ ഫ്രണ്ട്സിനൊന്നും അറിയില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇത് കുറേ നാളായി എന്നുള്ള ഇതിൽ ഞാൻ നേരെ സുഭാഷ് ചന്ദ്രബോസ് പാർക്കിൽ പോയി. എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല, കാരണം മുന്നോട്ട് പോകുന്നില്ല. അപ്പം ഫ്രണ്ട്സിന്റെ മൂവീസ് നടക്കുന്നില്ല, ആരെയും ഒന്നും സെറ്റ് ആവുന്നില്ല. അപ്പൊ ഞാൻ എന്താക്കി, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നിട്ട് ഫോൺ എടുത്തിട്ട് കായലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തോ ഭാഗ്യത്തിന് കായലിലേക്ക് ഇങ്ങനെ കുറച്ച് ബാക്കിൽ ഇരുന്നത് ഇങ്ങനെ പോയി അതിനെ തട്ടി തിരിച്ചു വന്ന ബോധം വന്നു. ഓ മൈ ഗോഡ്, ഫോണാ വലിച്ചെറിഞ്ഞത്. കാരണം ഈ ഫോൺ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫോൺ മേടിക്കാൻ പറ്റില്ല. കാരണം ഡെഫിനറ്റ്ലി ആ സമയത്തൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഫാമിലി ഓക്കെ, പക്ഷെ ഫാമിലിയുടെ എത്ര പ്രാവശ്യം നമ്മൾ ചോദിക്കും. ഞാൻ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ഇപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പൊ അന്നേരമാണ് തിരിച്ച് ബോധം വന്നത്, ഞാൻ ചെയ്യേണ്ട ആളില്ല, തിരിച്ചു പോകും വീട്ടിലേക്ക്. അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു. അപ്പോൾ അവർ വെച്ചപ്പോൾ ഒരു കൊയർ വീഡിയോ ചെയ്യുന്നു പള്ളിക്ക് വേണ്ടിയിട്ട്. ആ പള്ളിയിലെ കൊയർ വീഡിയോ ചെറിയൊരു എമൗണ്ട് ചെയ്താണ്. പക്ഷെ അത് എത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. അത്രമാത്രം സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ അതൊക്കെ സർവൈവൽ സ്റ്റേജിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നു. പിന്നെ അവിടുന്ന് പോകുന്നു മേക്കിംഗ് വീഡിയോ ചെയ്യുന്നു. പക്ഷെ ഞാനിപ്പോൾ ആൾക്കാരിപ്പം മേക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര പുച്ഛമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എടാ മേക്കിംഗ് വീഡിയോ ഇത് വന്നത് ഷൂട്ട് ചെയ്തൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ. പക്ഷെ ഞാൻ അപ്പം പറയും നോ, ഞാൻ മേക്കിംഗ് വീഡിയോ ചെയ്തു വന്ന ആളാണ്. എന്നെ ഈ ഒരു പൊസിഷനിൽ എത്തിച്ചത് മേക്കിംഗ് വീഡിയോ. ഈ മേക്കിംഗ് വീഡിയോയും അനദർ ഫിലിം സ്കൂളാണ്. ഇപ്പോൾ ഫിലിം സ്കൂളിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഐ ക്യാൻ സജസ്റ്റ് ദാറ്റ് ബി എ മേക്കിംഗ് വീഡിയോ ഗായ്, അല്ലെങ്കിൽ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് കയറി. കാരണം ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്യും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഏത് ഡിപ്പാർട്ട്മെന്റും, ഇപ്പം ഞാനിപ്പം എൻ്റെ അസിസ്റ്റൻസ് ആവട്ടെ അല്ലെങ്കിൽ ഡയറക്ടറിന്റെ അസിസ്റ്റൻസ് ആവട്ടെ, ഈ അസിസ്റ്റൻസ് ആയിട്ട് വരുന്നവരും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജോബ് അവർ കൊടുത്തിട്ടുണ്ട്, ഒരു ടാസ്ക്. ഇപ്പം ഞാനിപ്പം നമ്മുടെ പയ്യന്മാരോട് പറയുകയാണ് എടാ ഇന്ന് ചെയ്തിട്ട് പോകാന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ പോയി ചെയ്തിട്ട് വരുന്നത് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രോസസ്സാണ്. മേക്കിംഗ് വീഡിയോ എന്താ ചെയ്യുന്നത്, ഒരു സൈഡിലിരുന്ന് ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ നോക്കി അവരെ വീഡിയോ എടുത്തു. ചിലപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ എൻ്റെ വീഡിയോ എടുത്തു തരും, ഫൈക്കാൻ നോക്കുന്നോട്ട് കാണിച്ചു തരും, ഡയറക്ടർ അടുത്ത് പറയും കാണിച്ചു തരും, പ്രൊഡ്യൂസർ അടുത്ത് ഉണ്ടാവും.
ഇങ്ങനെ ആരുമായിട്ട് മീറ്റ് ചെയ്യാം, ഒരാൾക്കൊരു ഈഗോ ക്ലാഷ് ഇല്ല. അവൻ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, അവൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലാന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ബട്ട് എന്താ അവിടെ ഗുണം? എനിക്ക് ഡയറക്ടറിന്റെ കൂടെ ഇരുന്ന് പഠിക്കാം, എനിക്ക് DOPന്റെ കൂടെ ഇരുന്ന് പഠിക്കാം, എഡിറ്ററിന്റെ കൂടെ ആ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് പോവാം. ഇങ്ങനെ ഒരു സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനോടും നമ്മൾ സംസാരിച്ചാൽ ഒരു ഈഗോ ക്ലാഷും വരാത്ത ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് മേക്കിംഗ് വീഡിയോ ആണ്. സോ ഇറ്റ്സ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ ഇന്ന് ഞാനാക്കിയത് മേക്കിംഗ് വീഡിയോ ആണ്. സോ ഞാൻ പറഞ്ഞില്ല, ഈ ഇൻസ്പിറേഷൻ ചോദിക്കുമ്പം സത്യം പറഞ്ഞാൽ ഏതൊരു മൂവി കാണുമ്പോൾ ഇൻസ്പിറേഷൻ തന്നെയാണ്. പക്ഷെ ഏത് മൂവിയാണ് എന്നെ ഇൻസ്പയർ ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. കാരണം അതൊരു വേൾഡിൽ ലോക്ക് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയൊക്കെയോ ഇങ്ങനെ നമ്മൾ ഇൻസ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പടം കാണുന്നത് തന്നെയാണ് ഇൻസ്പിറേഷൻ. ഒരു പടം കാണുമ്പോൾ ഇത് കൊള്ളാൻ ഒരു രക്ഷയില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഗംഭീര പടം കാണുമ്പോൾ ഇതുപോലത്തെ ഒരു പടം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു മോശം പടം കണ്ടു വിചാരിക്കുക, ഇതുപോലൊരു പടം ഞാൻ ചെയ്യരുത് എന്ന് പറയുന്നത് തന്നെ അടുത്ത ഇൻസ്പിറേഷനാണ്. മനസ്സിലായ? അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഇൻസ്പിറേഷനാണ്. ഫൈക്ക ഇത് പറഞ്ഞപ്പോഴായിരിക്കും ഓർമ്മ വന്ന് നമ്മുടെ നവീന ജോസ് ഫൈക്കയുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ജാവയിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആഴ്ചയിൽ ഓരോ മൂവീസ് കാണാൻ പോകും. ചില മൂവീസ് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നവീൻ, എബിനെ ഈ മൂവി അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല മൂവി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മോട്ടിവേഷൻ. അതങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കഴിഞ്ഞ 1000 ബേബീസിൽ തന്നെ നമ്മുടെ ഡയറക്ടർ അസിസ്റ്റൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ അരവിന്ദിനോട് പറയും, ഇപ്പം എൻ്റെ ചീഫ് അസിസ്റ്റന്റ് അരവിന്ദിനോട് ഞാൻ പറയും, അരവിന്ദ് എന്നോട് 8 വർഷമായി. ഇപ്പം നവീൻ ഇവരൊക്കെ എന്നോട് 2 പടം ഉണ്ടായിരുന്നു. അരവിന്ദാണ് എനിക്ക് ത്രൂ ഔട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. സോ ഇപ്പം ഞാൻ ഇവരോട് പറയാറുണ്ട്, എന്താണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക, ഒരു ഡയറക്ടർ എന്താണ് ഡയറക്റ്റ് ചെയ്യുന്നത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിഷൻ ഉണ്ടാക്കുക. ആദ്യം അതായത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതായത് ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ആ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു വിഷൻ കിട്ടുമല്ലോ, അതവിടെ മനസ്സിൽ വെക്കുക. ഇത് തന്നെയാണോ ഞാൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കുക, ആ ഡയറക്ടർ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് നോക്കുക. അത് അഥവാ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ തിങ്ക് ചെയ്യുമ്പോൾ അതൊരു ഇൻസ്പിറേഷനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ആ മേക്കിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ നിൽക്കും. ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ, കാരണം സ്ക്രിപ്റ്റ് നമ്മൾ മേടിക്കുമല്ലോ, മേടിച്ചിട്ട് വായിച്ചു അതേപോലത്തെ സാധനം ഇന്ന ഷോട്ട് തന്നെയാണ് അവർ ഓ അടിപൊളി. അപ്പം എൻ്റെ തോട്ട് എന്താണ്, അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് സിനിമാറ്റോഗ്രാഫർ ആവും. കാരണം ഞാൻ ഉദ്ദേശിച്ച് തന്നെയാണ് സിനിമാറ്റോഗ്രാഫറും ഷൂട്ട് ചെയ്തെന്നുള്ളത്. അതെല്ലാ ആൾക്കാരും ചിന്തിക്കണം. കാരണം ഏതൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയാലും ഏതൊരു അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫർ ആയാലും അത് ആ അസിസ്റ്റന്റ് എന്നുള്ള സാധനം മാറ്റി കഴിഞ്ഞാൽ അവർ ഫ്യൂച്ചർ സിനിമാറ്റോഗ്രാഫേഴ്സും ഫ്യൂച്ചർ ഡയറക്ടേഴ്സും ഫ്യൂച്ചർ ആർട്ട് ഡയറക്ടേഴ്സുമാണ്. സോ അവരാണ് നമ്മുടെ ഫ്യൂച്ചർ. സോ അവരെന്തായാലും ചിന്തിച്ചിരിക്കണം. ഇപ്പം അരവിന്ദാവട്ടെ എല്ലാവരാവട്ടെ അത് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അതായത് ഒരു ഡയറക്ടർ തിങ്കി, പക്ഷെ അതൊരിക്കലും പുറത്തു പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പുറത്തു പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സെറ്റ് പുറത്താക്കും. കാരണം വെച്ചാൽ അത് ഞാനിവിടെ ചിന്തിച്ചോളാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഇത് വരുമല്ലോ. അപ്പം അതുകൊണ്ട് അതായത് നമ്മുടെ മനസ്സിൽ തന്നെ ഇത് ഞാൻ പറഞ്ഞ ഫ്യൂച്ചറിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു തോട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ ഇപ്പം നമ്മളിപ്പം സൗദി വെള്ളക്കയുടെയും തരുമൂർത്തിയുടെ ഓപ്പറേഷൻ ജവനൊക്കെ സ്ക്രിപ്റ്റ് ബുക്ക് കിട്ടും, എല്ലാത്തിൻ്റെയും സ്ക്രിപ്റ്റ് ബുക്ക് കിട്ടും. സോ ആ സ്ക്രിപ്റ്റ് ബുക്ക് മേടിക്കുക, സിനിമ കാണുക, അതിനുശേഷം വീണ്ടും സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുക എങ്ങനെയാണ്. അപ്പം നമുക്ക് ഐഡിയ കിട്ടും. ഇതുപോലെ പത്മനാഭ സാറിൻ്റെ തിരക്കഥ ബുക്കുണ്ട് എൻ്റെ കയ്യിൽ. അപ്പം അത് വായിക്കുമ്പോൾ സാറിൻ്റെ പടങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ ഓ ഇതാണല്ലേ സ്ക്രീൻ പ്ലേ വിഷ്വലി കൊണ്ടുവന്നേ. സോ അത് ചെയ്യണം, ആരായാലും ചെയ്യണം. കാരണം ഇതൊക്കെ നമ്മൾക്ക് ഫിലിം സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നാലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് അതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്ക്രിപ്റ്റ് അവൈലബിൾ ആണ് ഓൺലൈനിൽ, എല്ലാം അവൈലബിൾ ആണ് ഓൺലൈനിൽ. എന്താ ഇല്ലാത്തത്? ഈവൻ നമ്മൾക്ക് ഹോളിവുഡ് PDF വരെ കിട്ടും സ്ക്രിപ്റ്റിന്റെ. അപ്പം അതൊക്കെ നമ്മൾ വായിച്ചു നോക്കുക. ഇത് പിന്നെ മേക്കിംഗ് വീഡിയോസ് കിട്ടും, ഒരുപാട് ബിഹൈൻഡ് ദ സീൻ. ഇപ്പം നെറ്റ്ഫ്ലിക്സ് തന്നെ ഇറക്കുന്നുണ്ട് ബിഹൈൻഡ് ദ സീൻസ്. അപ്പൊ അതൊക്കെ വായിച്ച ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കാണേണ്ടത് അതിന്റെ കൂടെയുള്ള 30 മിനിറ്റ് ബിഹൈൻഡ് ദ സീനാണ്. സോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം വേറൊരു ടൈം എടുക്കരുത്, അപ്പൊ തന്നെ കാണണം. അപ്പൊ എപ്പോഴും ഒരു പടത്തിന് 3 മണിക്കൂർ കാണാൻ വെക്കുന്നെങ്കിൽ 3:30 വെക്കുക. കാരണം ഈ 30 മിനിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ബിഹൈൻഡ് ദ സീൻ ഇമ്മീഡിയറ്റ്ലി കാണാനുള്ളതാണ്. ഇത് പുതിയൊരു അറിവ്. ഒരു മൂവിയുടെ ബിഹൈൻഡ് ദ സീൻസ് കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ള റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുന്നല്ലേ. ഫൈക്ക ഇത്രയും മൂവീസ് ചെയ്തു. അപ്പോൾ ഫൈക്ക തന്നെ ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവും. ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കണം വിഷ്വലൈസ് ചെയ്യേണ്ടത്, എങ്ങനെ അതിൻ്റെ ഷോർട്ട് ഡിസൈൻ, ഷോർട്ട് ഡിവിഷൻസ്, ലെൻസസ്, ക്യാമറ, അതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവും. അതിനെപ്പറ്റി ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറയാം. ഇതിലിപ്പോ ലാസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം വാരണാസിയിലാണ് ഷൂട്ട്. അത് വർഷയാണ് ഡയറക്ടർ. സോ അതിപ്പം ഇന്ദ്രൻസേട്ടൻ മധുബാൽ അവരൊക്കെയുള്ള നല്ല രസമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം ഞാനിത് ആക്ച്വലി എൻ്റെ നെക്സ്റ്റ് മൂവി എന്നുള്ളത് എനിക്കിപ്പോൾ ഈ പറയുന്ന കുറച്ച് വലിയ പടങ്ങൾക്ക് വന്നപ്പോഴും എന്നെ സ്ക്രിപ്റ്റ് വൈസ് ഹുക്ക് ചെയ്ത ഈ ഒരു മൂവിയാണ്. ഇത് ബഡ്ജറ്റ് വൈസ്
വളരെ കുറവാണ്. കാരണം അത്ര ആവശ്യമുള്ളൂ. കാരണം വാരണാസി പോയിട്ട് ഒരു ചെറിയ പടത്തിന് ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് ചെറിയ പടം എന്ന് നമുക്ക് തോന്നിക്കാത്തതെന്ന് പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റാണ് വലിയ പടമാക്കിയത് തന്നെ. എൻ്റെ മനസ്സിൽ അതൊരു വലിയ പടമാണെന്ന് ചിന്തിച്ചത് ആ സ്ക്രിപ്റ്റാണ്. സോ ഞാൻ വർഷം സംസാരിച്ചപ്പോൾ നമ്മൾ ഡിസ്കഷനിൽ നമ്മൾ ഫസ്റ്റ് 2 days ഇരുന്ന സമയത്ത് നമ്മളിപ്പം വർഷത്തിനുള്ളിലുള്ള കാര്യം പുറത്തു വരാനും എൻ്റെ ഉള്ള കാര്യം പുറത്തു വരുന്നതിൻ്റെ ഒരു ക്ലാഷ് ഉണ്ടാവും എപ്പോഴും. കാരണം വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് അതായത് ഒരു കല്യാണം കഴിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ഇത് ലേഡി ഡയറക്ടർ ആയതുകൊണ്ടല്ല കേട്ടോ. ഇപ്പം ഞാൻ ഏത് മെയിൽ ഡയറക്ടർ ആയാലും ലേഡി ഡയറക്ടർ ആയാലും നമ്മളൊരു കല്യാണം കഴിക്കുന്ന പോലെയാണ്. 2 അപരിചിതരായിട്ടുള്ള ഒരു DOP ഒരു ഡയറക്ടർ ഇവർ തമ്മിൽ കല്യാണം കഴിക്കുകയാണ്. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള സംഭാഷണം എന്ന് പറയുന്നത് പുതിയ ആൾക്കാർ. ഞാനിപ്പോൾ എബിൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് എബിനെ കാണുന്നത്. എനിക്ക് എബിൻ്റെ ക്യാരക്ടർ അറിയില്ല. എബിൻ എന്ത് കേട്ടാൽ ചിരിക്കും, എന്ത് കേട്ടാൽ ദേഷ്യം വരും എന്ന് എനിക്കറിയില്ല. സോ ഇതേ ആറ്റിറ്റ്യൂഡാണ് ഒരു ഡയറക്ടറും ഒരു DOPയും തമ്മിൽ. ഇതേപോലെ എഡിറ്ററും എല്ലാവരും. ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ഡയറക്ടറും DOPയും ആണ്. സോ ഇതൊരു കല്യാണം പോലെ തന്നെയാണ്. 2 അപരിചിതരായിട്ടുള്ള, അത് അറേഞ്ച്ഡ് മാരേജ് ആണ്. പ്രൊഡ്യൂസറും ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കൺട്രോളോട് കല്യാണം കഴിപ്പിച്ചിരിക്കണം നമ്മൾ 2 പേര്. അപ്പൊ ഇങ്ങനെ ആദ്യമായി സംസാരിക്കുമ്പം ആദ്യം ഭയങ്കര ഒരു ഗ്യാപ്പ് ഇട്ടേ സംസാരിക്കുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ നജീമിക്കായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര പ്രൊഫഷണൽ ടോക്സ് ആയിരുന്നു. പ്രൊഫഷണൽ ഇൻ ദ സെൻസ് ഭയങ്കര ഇന്റലക്ച്വൽ ടോക്സ്. ഇന്റലക്ച്വൽ എപ്പോഴും ഉണ്ടാവും, കാരണം സിനിമയാണ്. അപ്പൊ ഇത് ഭയങ്കര നജീമിക്ക് നമുക്ക് അതങ്ങനെ ചെയ്യാം, ഇതിങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇന്റലക്ച്വൽ ടോക്സാണ്. വൺസ് ഒരു 10 ദിവസം കഴിഞ്ഞ്, ഒരു 15 ദിവസം കഴിഞ്ഞ് നമ്മൾ ഡിസ്കഷനിൽ നജീമിക്ക നമുക്ക് മറ്റേ തന്നെ പൊളിക്കേണ്ടതാ, എന്താ ചോട്ടാ നമുക്ക് അടിച്ച് പൊളിക്കണം കേട്ടോ. അത് ആ വേയിലേക്ക് ആവുന്നതിനൊരു ടെക്നിക്ക് ഉണ്ട്. അത് വെച്ചാൽ അവരുമായിട്ട് ട്രാവൽ ചെയ്യുക, അവരായിട്ട് നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക. ഇങ്ങനെ സ്പെൻഡ് ചെയ്തും ഫ്രീക്വൻ്റ്ലി കോൾ ചെയ്യുക, ഒരു സീൻ പെട്ടെന്ന് ഡൗട്ട് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി വിളിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സിലേക്ക് ആവുന്നത്. അപ്പോൾ ഈ സമയത്ത് എപ്പോഴും ഒരു DOP ആയാലും ഇപ്പോൾ ഒരു DP ആവട്ടെ അല്ലെങ്കിൽ ഡയറക്ടർ ആവട്ടെ, ഇത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. ഇത് ബാക്കിയുള്ള ആൾക്കാർ ചിലപ്പോൾ മേ ബി മണ്ടത്തരാന്ന് പറയാം. പക്ഷെ ഇറ്റ്സ് നോട്ട് എ മണ്ടത്തരം, ആക്ച്വലി നമ്മൾ എക്സ്പീരിയൻസ് ആണ്. സോ ഈ ഒരു കാര്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും വേറെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ തോട്ട്സ്. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു DOPക്ക് സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് വായിക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്യണം. കാരണം ഫസ്റ്റ് നോട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇമ്മീഡിയറ്റ്ലി നോട്ട് ചെയ്യുക. അത് പിന്നെ അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ സംസാരിക്കണം. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ഒരു കാര്യം കാണുമ്പോൾ ആ നോട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് സെക്കൻഡ് പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്കത് പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഫസ്റ്റ് വായിച്ച് സെക്കൻഡ് വായിക്കുമ്പോൾ നമുക്കത് യൂസ്ഡ് ആയി. സോ ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് തന്നെ നമ്മളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ നോട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ PDF വായിക്കുന്ന കമന്റ് സെക്ഷൻ എടുത്തിട്ട് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ടൈം വായിക്കുമ്പോഴേക്കും ഇത് ഇവിടെ ഒരു പ്രശ്നം ഫീൽ ചെയ്യില്ല നമുക്ക്. കാരണം നമ്മളിത് നമ്മൾ ഓൾറെഡി അറിയുന്ന കഥയെ വായിക്കുന്നത്. മറ്റു പക്ഷേ ഇതുവരെ അറിയാത്തൊരു കഥ വായിക്കുകയാണ്. സോ നമ്മൾ കുറച്ചുകൂടി ക്യൂരിയസ് ആയിരിക്കും, മറ്റേത് കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. അപ്പൊ ആ ക്യൂരിയസ് ആയിട്ടുള്ള സമയത്ത് തന്നെ ഹൈലൈറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു പ്ലാനിൽ ഷോർട്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഡയറക്ടറും ഈ പറയുന്ന പോലെ DPയും കൂടി ഇരിക്കുന്ന സമയത്തുള്ള ഷോർട്ട് ഡിവിഷൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ഒരു ഷോർട്ട് ഡിവിഷനും ഡയറക്ടറുണ്ട് ഒരു ഷോർട്ട് ഡിവിഷനും കൂടി ക്ലബ് ചെയ്തുള്ള ഒരു ഷോർട്ട് ഡിവിഷൻ ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഡയറക്ഷൻ ഒരു വിഷൻ ഉണ്ട്. ആ ഡയറക്ടറിന്റെ വിഷൻ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം. അതിനു മുമ്പ് നമ്മുടെ ഉള്ളിൽ വിഷൻ ഉണ്ടാക്കണം. അപ്പോഴാണ് ഞാനിപ്പം പെട്ടെന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ല നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് ഇങ്ങനെ, അതായത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ എന്നെ ഇപ്പോൾ ഒരാൾ സിനിമാറ്റോഗ്രാഫറായിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അയാൾക്ക് അറിയാം അല്ലേ. ഇനി എൻ്റെ ഫൈസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഉള്ളിൽ ഏത് കൈൻഡ് ഓഫ് ജോണറാണ് എനിക്ക് ഏറ്റവും പറ്റുന്നതെന്നോ അവർക്കറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. സോ ഞാനിപ്പോൾ ഒരു സാധനം പറയുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും ഓഫ് കോഴ്സ്. കാരണം അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അത്യാവശ്യം ഞാനിപ്പോൾ ചെയ്ത പടങ്ങൾ ഇപ്പം 8 പടങ്ങളാണെങ്കിലും 8 ഡിഫറെൻറ്റ് വൈസ് ചെയ്തത്. അപ്പം ഇതൊന്നും ചെയ്യാത്തൊരു ഡിഫറെൻറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ദ്രൻസറിൻ്റെ പടം ചെയ്യുന്നത്. അപ്പം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഹൊറർ ഒഴികെ ബാക്കിയെല്ലാം എനിക്ക് കൈ തൊടാൻ പറ്റിയെന്നുള്ളൊരു സാധനം വരും. എന്നെക്കുറിച്ച് ഒരാൾക്ക് അന്വേഷിക്കണമെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഇയാളെ കൊണ്ട് കോമഡി പറ്റും, ഇയാളെ കൊണ്ട് ഹൊറർ പറ്റും, ഇയാളെ കൊണ്ട് കുറച്ച് സീരിയസ് പടങ്ങൾ പറ്റും. അപ്പം ആ സംഭവം അറിഞ്ഞിട്ടാണ് ഒരാൾ നമ്മൾ വിളിക്കുന്നത്. അപ്പം എന്തുകൊണ്ടും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഷോർട്ട് ഡിവിഷൻ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഡയറക്ടർ അടുത്ത് പോയിട്ട്. അപ്പം തന്നെ ഞാൻ ഷോട്ട് എടുത്ത് ഈ ഷോട്ട് മതി എന്ന് പറയാനല്ല. അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പം നമ്മളുള്ളിൽ വെക്കുക, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല ഷോട്ടാണല്ലോ ഡയറക്ടർ പറഞ്ഞത്, അപ്പൊ അതെടുക്കാം. അപ്പൊ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ക്ലബിങ് വന്നു. അപ്പൊ നമ്മൾ അത് ആക്ച്വലി നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ഡയറക്ടറിന്റെ വിഷന്
വിഷ്വലി എങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യാന്നാണ് അത്രേ ഉള്ളൂ. സിനിമാറ്റോഗ്രാഫർ. പിന്നെ അതിലിപ്പം എനിക്കിപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് അവർ തമ്മിലൊക്കെ ആയിട്ട് എടുത്തത്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു തമ്മിലായിട്ട് എടുക്കുമ്പോഴേക്ക് നമുക്ക് അത്രയും സീരിയസ് അല്ല. അതായത് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ അവാർഡ് എനിക്ക് കിട്ടും, ഇതിന് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ നാഷണൽ അവാർഡ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നമുക്ക് ഷോർട്സിനായാലും. അപ്പൊ അതൊക്കെ എങ്ങനെ എടുക്കാം, അപ്പൊ ഇതൊക്കെ പഠിക്കുന്നുണ്ട്, ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പൊ ഈ അവാർഡ് കൈൻഡ് ഓഫ് മൂവീസിന് ഇത് അവാർഡ് കൈൻഡ് ഓഫ് കമേഴ്ഷ്യൽ തന്നെയാണ്. പക്ഷെ എനിക്ക് വാരണാസി എന്ന് പറഞ്ഞൊരു സ്ഥലം കിട്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊരു മണ്ടനായിട്ട് ഞാൻ എന്നെ തന്നെ കാണും. കാരണം വെച്ചാൽ ഇത്രയും നല്ലൊരു സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യുക, ബട്ട് അതൊരിക്കലും ആ ഒരു വിഷ്വല് അല്ലെങ്കിൽ ആ ഒരു പടത്തിലൊരു ഷോട്ട് കാണുമ്പോൾ ഇത് വെറും സിനിമാറ്റോഗ്രഫി മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കലും തോന്നരുത്. അതിൽ ആർട്ടിസ്റ്റ് ഉണ്ട്, അതിൽ ഇമോഷൻ ഉണ്ട്, അപ്പൊ അതിൽ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന ആൾക്കാരുകളുണ്ട്. ഇവരൊക്കെ ശ്രദ്ധിക്കണം. വെറുതെ ഒരു വിഷ്വല് കൊണ്ട് കൊടുക്കുകയല്ല വേണ്ടത്. അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവാതെ കഥയ്ക്ക് എന്താണോ ആവശ്യം അതിലൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റാണ് ഞാൻ നോക്കുന്നത്. സോ അതും നമ്മൾ ചിന്തിക്കണം. എല്ലാ രീതിയിലും ചെയ്യുമ്പോൾ ബ്ലെൻഡ് ആക്കുക എന്നുള്ള ഒരു സാധനമുണ്ട്. ഒരിക്കലും സിനിമാറ്റോഗ്രഫി മാത്രമായിട്ട് ഇറച്ചു നിൽക്കാനും പാടില്ല. അത് അടിച്ചു നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് താല്പര്യമില്ല. സിനിമാറ്റോഗ്രഫി മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സങ്കടമാണ്. കാരണം അത് എന്റെ മിസ്റ്റേക്കാണ് ഞാൻ കാണുന്നത്. കാരണം അത് മാത്രം മേ ബി കഥ ഹുക്കി ആയിട്ടുണ്ടാവില്ലായിരിക്കും മേ ബി. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഇപ്പം ഇൻ കേസ് പടം വർക്കൗട്ട് ആയിട്ടില്ലേ, ആ സിനിമാറ്റോഗ്രഫി സംസാരിക്കണ്ട, അത് വേണ്ട, നമുക്ക് അടുത്ത പടം പിടിക്കാം. അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം. പറഞ്ഞു നാഷണൽ അവാർഡിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, ഇങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ലൈക്ക് നാഷണൽ അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ രീതിയിൽ ഇപ്പം നാഷണൽ അവാർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡിന് നമ്മളൊരു ആക്ടറിന് റിജക്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിങ്. അവരുടെ ആക്ടിങ്ങില് അവർ തന്നെ ഡയലോഗ് ഡെലിവറി ചെയ്താൽ മാത്രമേ അവാർഡ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ റിജക്ഷൻ ആണ്. ഇതുപോലെ ഓരോ റൂൾസും ഉണ്ട് ഓരോന്നിനും. മനസ്സിലായോ? അപ്പം അങ്ങനെ അപ്പൊ എല്ലാത്തിനും ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറെ സാധനങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം ഇപ്പം എല്ലാം ഫുൾ ഇപ്പൊ നമ്മളിപ്പോ 180 റൂൾ ബ്രേക്ക് ചെയ്യുന്ന സിനിമകളുണ്ട് അല്ലെ. അപ്പം അതിന് നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു. സുരേഷ് പോട്ടർ നമുക്ക് ഈ പറഞ്ഞ പോലെ നാഷണൽ അവാർഡ് കിട്ടിയിരുന്നില്ലേ സുരേഷ് പോട്ടറിന്? അപ്പം അതിൽ ആക്ച്വലി 180 ബ്രേക്ക് ചെയ്ത ഒരുപാട് ഷോർട്സ് ഉണ്ട്. അതിൽ സൂര്യ സംസാരിക്കുന്നതിലേക്ക് ഫസ്റ്റ് ലെഫ്റ്റ് ആണെങ്കിൽ പിന്നെ റൈറ്റിലേക്ക് കൊടുക്കുന്നു, പിന്നെ ആള് തന്നെ ലെഫ്റ്റിലേക്ക് മാറുന്നു, ആള് തന്നെ റൈറ്റിലേക്ക് മാറിയെങ്കിൽ 180 ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതിന് അവാർഡ് കിട്ടി. സോ ഞാൻ പറഞ്ഞ വെച്ചാൽ എല്ലാം കൂടിയുള്ള ഒരു ഫോർമുല ഉണ്ട്. ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മൾ എക്സാം എഴുതുമ്പോൾ ഇപ്പൊ PSC എക്സാമിനുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ എഴുതിയെടുക്കാം. പക്ഷെ അതിനൊരു ഫോർമാറ്റിലൂടെ എഴുതിയാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് അതിന്റെ എക്സാം പാസ് ആവുക. ഇല്ലെങ്കിൽ എന്തോ എഴുതാലോ നമ്മൾക്ക്. അതിനൊരു ഇപ്പം 200 വേർഡ്സിലാണ് നമുക്ക് ഒരു എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ 500 വേർഡ്സ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനി അതിൽ എത്രമാത്രം കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് 200 വേർഡ്സേ ആവശ്യമുള്ളൂ. അതുപോലെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫോർമുലകളുണ്ട്, അത് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മളത് മനസ്സിലാക്കി ചെയ്യുക. നമുക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിപ്പോ കൊമേഴ്ഷ്യൽ ആവുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ രീതിയിൽ എങ്ങനെ വേണം ഷൂട്ട് ചെയ്യാം. ചിലപ്പോൾ ഞാൻ ഒരാളിങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് എഡ്ജ് കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാലും നല്ല രസമുണ്ടെന്ന് പറയും. നേരെ മറിച്ച് ചിലപ്പോൾ അത് ഓസ്കാർ എൻട്രിയിലേക്ക് പോകുമ്പോഴേക്കും അത് ആക്ച്വലി അവിടെ ഈ പറയുന്ന പോലെ സെമിട്രി തെറ്റാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ റൂൾ ഓഫ് തേർഡിനെ പുറത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെയും ചെയ്യാം. അത് ഞാൻ ഇപ്പോഴേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടി പറയാൻ പറ്റുമായിരിക്കും. കാരണം അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടില്ല. ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു കിട്ടിയാൽ കൊള്ളാം എന്നുള്ളത്. കാരണം അത് ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. ബിക്കോസ് എൻ്റെ മനസ്സിൽ ഓസ്കാറാണ്. 15 ഇയേഴ്സിൽ ഓസ്കാർ അടിച്ചിരിക്കുമെന്ന പ്ലാൻ തന്നെയാണ് ഞാൻ 24 മണിക്കൂർ വൈഫിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊടുക്കുന്നത് നമുക്കൊരു ഓസ്കാർ അടിക്കണം 15 വർഷം. കാരണം എന്താ പറയുക, എനിക്ക് 15 വർഷം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതെടുക്കും ടൈം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ എക്സ്പീരിയൻസ് ആണ്. ഈവൻ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും ദി സീക്രറ്റിനകത്ത് ഒക്കെ വായിച്ചിട്ടുണ്ടാവും, യു ഷുഡ് ഹാവ് എ ഡെഫിനറ്റ് ഗോൾ. ഓസ്കർ വാങ്ങിക്കുവാണെങ്കിൽ ഓസ്കർ വാങ്ങിക്കും, ഇത്ര ഇയറിൽ വാങ്ങിക്കും, ഇങ്ങനെ ആയിരിക്കും ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്, അന്ന് ഞാൻ പോകുമ്പോൾ ഈ ഡ്രസ്സായിരിക്കും ഇടുന്നത്. അങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായും നടക്കുമെന്നാണ്. നടക്കട്ടെ. ഇക്ക ഇതുവരെ ഇക്ക ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്തതാണ്? ആ ചോദ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഈ പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടോ? കാരണം കൺഫ്യൂഷൻ അല്ല, ഇഷ്ടപ്പെടാത്തൊരു വർക്ക് ഞാൻ എടുത്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു വർക്കിന് ഇഷ്ടപ്പെട്ട് തന്നെ എടുക്കുന്നത്. ചില വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം, എത്ര നാൾ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴും. അതിലെനിക്ക് സത്യം പറഞ്ഞ ഓപ്പറേഷൻ ജാവയാണ് ഞാൻ എൻ്റെ ലിമിറ്റേഷനിൽ ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ 1000 ബേബീസിൽ പോലും ചില ഏരിയയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്, ക്യാമറ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഈ പറഞ്ഞ ക്രിസ്റ്റഫർ അതിനേക്കാൾ കൂടുതൽ എക്യുപ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. ത്രൂ ഔട്ട് പാന്തർ ഉണ്ട്, ത്രൂ ഔട്ട് സ്റ്റഡി ക്യാം ഉണ്ട്, ത്രൂ ഔട്ട് ജിബ് ഉണ്ട്. അത് വലിയ സ്കെയിലാണ്. നേരെ മറിച്ച് അതിന്റെ ഒരു ഹാഫ് വരുന്നതാണ്
1000 ബേബീസ്. അതിലെനിക്ക് നന്നായിട്ട് എല്ലാം എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്യുള്ളൂ. എനിക്കത് നിർബന്ധമാണ്. ഞാൻ ചെയ്യുന്ന പടത്തിൽ എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ആദ്യമേ. അതുകൊണ്ട് ഞാൻ എല്ലാവരുമായിട്ട് നല്ല റാപ്പോ ആയിരിക്കും, ഭയങ്കര ഹാപ്പി സെറ്റ് ആയിരിക്കും ഞാനുള്ള സെറ്റ്. അതിപ്പം ഞാൻ മാത്രമല്ല, ആ ഡയറക്ടറും കൂടി ചിന്തിക്കണം. പക്ഷെ ഭയങ്കര ഹാപ്പി സെറ്റ്സ് ആണ്. ഈ പറയുന്ന ഓപ്പറേഷൻ ജാവയിലാണ് വെരി ലിമിറ്റഡ് കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. അതിന് ഈവൻ ഇപ്പം 1000 ബേബീസ് എന്ന് പറയുന്നത് നമ്മളിപ്പം 1 year ടൈമിൽ എടുത്താണെങ്കിൽ നമുക്കൊരു 15 days ഷൂട്ട്, 10 days ബ്രേക്ക്, 15 days ഷൂട്ട്, 10 days റിലാക്സ്ഡ് ആണ്. പക്ഷേ ഓപ്പറേഷൻ ജാവ ഈവൻ ആഫ്റ്റർനൂൺ ലഞ്ചിന്റെ ടൈം വരെ ഞാനും തരണം ഫോക്കസ് പ്രൊഡറും കൂടി ഇറങ്ങും ക്യാമറ എടുത്തിട്ട്. എന്നിട്ട് അതും ഇതൊക്കെ ഇൻഷുറൻസ് ഒക്കെ കുറേ ഷൂട്ട് ചെയ്യും. തിരിച്ചെല്ലാ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പാത്രത്തിൽ 2 ചപ്പാത്തി റോൾ ചെയ്തിട്ട് തന്നിട്ടായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്, ഡേ ആൻഡ് നൈറ്റ്. അതിനു വേണ്ടി ഫുള്ളും ഷൂട്ട് വൈസ് ഏറ്റവും കൂടുതൽ എനിക്ക് വർക്ക് ചെയ്തതും ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തതും ജാവയിലാണ്. ജാവ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഇത് ഇത്രയും ഹിറ്റ് ആവും എന്നുള്ളത്? ജാവ ചെയ്യുമ്പോൾ ഹിറ്റാവും എന്നറിയില്ല, പക്ഷെ അതൊരു നല്ല പടമാവും എന്നുള്ളത് 100% ഷുവർ ആയിരുന്നു. കാരണം വെച്ചാൽ നല്ല സ്റ്റോറി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് റിലീസിന്റെ തലേ ദിവസം ഞാൻ തരുണിന് മെസ്സേജ് ആണ്. തരുണ് ഒറ്റ ഡൗട്ടേ ഇല്ലും, അഖിലേഷ് ഏട്ടൻ വർക്കാവോ? കാരണം അഖിലേഷ് ഏട്ടൻ പുതിയൊരാളാണ്. ഇത്രയും വലിയ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ ആ അഖിലേഷ് ഏട്ടനാണ്. ഇങ്ങനെ പറയുമ്പോഴേക്കും അത് ആൾക്കാർ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ. അപ്പം തരുൺ പറയില്ലടാ, അത് ഉറപ്പായിട്ടും അടിക്കും, നീ കണ്ടോ, ആ സാധനം അടിക്കും. അത് പടത്തിലടിച്ചു, മനസ്സിലായോ? അത് നമ്മൾക്ക് ആ ഒരു തോട്ടിലായിട്ടില്ല. അത് നമ്മൾക്ക് എന്തായാലും ഇത്രയും പടം നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു അഖിലേഷ് പോലത്തെ ഒരു സാധനങ്ങളൊക്കെ ഇത്രയും സീരിയസ് ഒരു കോൺസെപ്റ്റ് സംസാരിച്ചിട്ട് ആ കണ്ടന്റിന് ഈ ഒരു അഖിലേഷ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അതിന് മോശമാവും എന്നുള്ളത് ഓൾറെഡി ജഡ്ജ് ചെയ്തുകൊണ്ടാണ് അയാൾ ഡയറക്ടറായി ഇരിക്കുന്നത്, മനസ്സിലായോ? അപ്പം അത് നമ്മൾ ഒരു ഡീപ്പ് വിഷൻ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നുള്ളത്. അതാണ് ഡയറക്ടേഴ്സിന് എല്ലാവർക്കും ഉള്ളത്. മമ്മൂട്ടിയായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസിനെ പറ്റി അത് തന്നെ വിളിക്കുകയാണെങ്കിൽ മമ്മൂക്കാന്നല്ലേ വിളിക്കുന്നത്. മമ്മൂക്ക ആക്ച്വലി എന്താ പറയാ, നമുക്കൊരു അടുത്തൊരു ഫിലിം സ്കൂളിൽ പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നോളജ് ഈ പറയുന്ന പോലെ അപ് ടു ഡേറ്റ് തന്നെയാണ് അതിന്റെ നല്ല വാക്ക്. എല്ലാത്തിനെക്കുറിച്ചും നമ്മുടെ സോണിയുടെ ബുറാനോ ഇറങ്ങിയായിരുന്നു. അതെ, നമ്മുടെ സ്റ്റുഡിയോയിൽ അവര് സോണിയായിട്ട് നമ്മളിതായതുകൊണ്ട് അവർ കാണിക്കാൻ കൊണ്ടുവന്നു. ഉടനെ അവർ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് മമ്മൂക്ക എടുത്തത് കൊണ്ടുപോകാറുണ്ട്. അതാണ് അത്രയും അപ് ടു ഡേറ്റ് ആണ് എല്ലാ കാര്യത്തിലും. ഇപ്പം ഐഫോണിൻ്റെ ആയാലും ഇപ്പം വിഷൻ പ്രോ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും മമ്മൂക്ക അറിഞ്ഞിട്ട് നമ്മൾ അറിയുന്നു എന്നുള്ളത് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മമ്മൂക്ക അറിഞ്ഞതിന് ശേഷം അത് അങ്ങനെയാണ്. കാരണം അത് ഈ ഒരു ഇത്രയും വർഷമായിട്ടും അത് കീപ്പ് ചെയ്ത് ടിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം ഞാനിപ്പം എൻ്റെ ഒരു 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കും എന്നുള്ളത്. കാരണം നമ്മുടെ ടെക്നോളജി അത്രയും മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് 2000 കാലഘട്ടമല്ല, ഒരു ഐഫോൺ മാത്രം ഇറങ്ങിയ ഒരു കാലഘട്ടമല്ല. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ ഇപ്പം മിഡ് ജേണിനെ കുറിച്ചൊക്കെ സംസാരിച്ച പോലെ മമ്മൂക്ക ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. എയിൽ ഉറപ്പായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും, ഉറപ്പായിട്ട് ചെയ്യുന്നുണ്ടാവും. കാരണം അങ്ങനെയാണ് മൂപ്പരുടെ ടെക്നോളജി ആയിട്ട് അത്രയും അടിപൊളിയായിട്ട് മൂപ്പർ ചെയ്യുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് ആവുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് 7 മണിക്ക് ശേഷം കഴിക്കില്ല എന്നുള്ളത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ തടി ഉറക്കും. ഇപ്പം ഞാനിപ്പോൾ 15 kg കുറച്ചു. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറെ ഇൻസ്പയർ ആയിട്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ക്രിസ്റ്റഫറിന് ശേഷമാണ് ആദ്യമായി എനിക്ക് ഒരു വെയിറ്റ് ലോസ് വേണമെന്ന് ഒരു ഇത് വന്നത്. കാരണം ഇങ്ങനെയൊക്കെ ഇത്ര അടിപൊളി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ സംസാരിച്ച് കുറേ ടൈം പോയതറിഞ്ഞില്ല. അപ്പോൾ ഫായിക്ക ഇവിടെ നമ്മൾ നിർത്തുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫായിക്കയായിട്ട് കുറേ ഡീറ്റെയിൽ ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്.